ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഇന്ന് നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ, മരത്തിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ കളറുകൾ, അതൊക്കെ നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ മാനസിക സുഖത്തിനെയും ദഹന പ്രക്രിയയൊക്കെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മരം എന്ന് പറയുന്നത്, നമുക്ക് മരത്തിൻ്റെ തരം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് തേക്കിലുള്ള ഉണ്ട്, പിന്നെ അതുപോലെ അക്കേഷ്യയിൽ നമുക്ക് കിട്ടും, പിന്നെ അതുപോലെ പ്ലാവിൽ കിട്ടും, മഹാഗണി, ഇതുപോലുള്ള മരങ്ങളിൽ നിന്നൊക്കെയാണ് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഡൈനിങ് ടേബിളുകൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാലം നിലനിൽക്കും, ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു ആവശ്യമാണ്. അതാണ് നമ്മൾ നോക്കുന്നത് വെച്ചെങ്കിൽ ഈ മരങ്ങളൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. പിന്നെ അതിൽ തന്നെ നമ്മൾ ഈ തടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ദ്രവിച്ചു പോവാത്തതും ചെതലരിക്കാത്തതും അതുപോലെ വളയാത്തത്, വിണ്ട് കീറാത്തതൊക്കെ ആയിട്ടുള്ള തടി കൊണ്ടാണോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, സീസണിങ് ഒക്കെ ചെയ്തിട്ടുള്ള തടി കൊണ്ടാണോ ഈ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ടേബിളിൻ്റെ വലിപ്പം. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസിനനുസരിച്ച് നമുക്ക് ടേബിളിൻ്റെ വലിപ്പം നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ 4, 6, 8, 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന, 6 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന, 8 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന, അതുപോലെ 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒക്കെ സൈസുകളിലൊക്കെ നമുക്കിന്ന് ഡൈനിങ് ടേബിൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു റീസൺ, നമുക്കത് ടേബിളിൻ്റെ ഫിനിഷിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് ലാമിനേറ്റ് ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട്, പിന്നെ അതുപോലെ പോളിഷ് ചെയ്ത് കിട്ടുന്നുണ്ട്, പിന്നെ വാക്സ് ഫിനിഷിങ്, പിന്നെ ഗ്ലോസി ഫിനിഷിങ്, മാറ്റ് ഫിനിഷിങ്, ഇങ്ങനെയുള്ള ഫിനിഷിങ്ങിലൊക്കെ നമുക്കിന്ന് വുഡൻ ഡൈനിങ് ടേബിളുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ, വെള്ളത്തിൻ്റെ മോയ്സ്ചർ പിടിക്കാത്തതാണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ ലെഗ് സ്പേസ്, ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഡൈനിങ് ടേബിൾ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലെഗ് സ്പേസ് കറക്റ്റ് ആയിട്ടുണ്ടോ, അത് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാർ തമ്മിൽ കാലുകൾ നമ്മൾ മുട്ടാതിരിക്കാനൊക്കെയുള്ള ഒരു സ്പേസ് നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ലെഗ് സ്പേസുള്ള സ്റ്റെപ്പുകളുള്ള ഡൈനിങ് ടേബിളുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, പെഡസ്ട്രിയൽ, നമ്മുടെ കാല് വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റിയുള്ള ടേബിൾ ഫെസിലിറ്റി ഉള്ള ടേബിളുകളും ലഭ്യമാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം, നമുക്ക് അതിൻ്റെ സ്റ്റൈലും ഡിസൈനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാസിക്, മോഡേൺ, വിൻറ്റേജ് എന്നൊക്കെ പറയുന്ന ഒരുപാട് നമ്മളുടെ വീടിൻ്റെ ആംബിയൻസിനനുസരിച്ചിട്ടുള്ള മോഡലുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ കസേരകളുടെ കംഫർട്ട്, അത് നമ്മൾ നോക്കണം. കസേരകളുടെ ഉയരവും ടേബിളിൻ്റെ ഉയരത്തിനോട് കൃത്യമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു ഉയരത്തിലായിരിക്കണം കസേരകളുടെ ഉയരം. കസേര പറ്റ താഴെയും ടേബിൾ മേലെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരരുത്. അപ്പോൾ അത് രണ്ടും പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് സോളിഡ് വുഡിലുണ്ട്. പിന്നെ ചെയറുകൾ നമുക്ക്, പിന്നെ അപ്പോൾസറി, അതിൽ സീറ്റിംഗ് ഭാഗം അപ്പോൾസറി ചെയ്തിട്ടുള്ളതുണ്ട്, പിന്നെ കുഷ്യൻ ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട്. ബാക്ക് റെസ്റ്റും അതുപോലെ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തും കുഷ്യൻ ചെയ്തിട്ടുള്ള സൗകര്യത്തിലുള്ള ചെയറുകളൊക്കെ ഒന്ന് ബാക്ക് റെസ്റ്റിലും ഇരിക്കുന്ന ഭാഗത്തും കുഷ്യൻ ചെയ്തിട്ടുള്ള ചെയറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ടേബിളിൻ്റെ ഭാരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കൂടുതൽ ഭാരമുള്ള ടേബിളാണ് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഭാരം കുറഞ്ഞത് എന്നാൽ ഉറപ്പുള്ളതുമായിട്ടുള്ള ഒരു മരമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്കിത് മെയിനായിട്ട് നമുക്കിത് വൃത്തിയാക്കണം, ഇത് മെയിൻ്റനൻസും പരിപാലനവും, അതാണ് നമ്മൾ ഈ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ വെള്ളവും ഈർപ്പവും ഒക്കെ വലിച്ചെടുക്കാത്ത തരത്തിലുള്ള വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോളിഷുകൾ ചെയ്തിട്ടുള്ള മരത്തിലാണോ ഇത്, അങ്ങനെയുള്ള പോളിഷിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നമുക്കൊരു പോളിഷിംഗ് ഒക്കെ ചെയ്യാൻ, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പോളിഷ് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കണം നമുക്ക് ഡൈനിങ് ടേബിളിൽ വേണ്ടത്. പിന്നെ വിലയും ഗ്യാരണ്ടിയൊക്കെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഡൈനിങ് ടേബിൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്.